ഒരു സോളാർ ദിനം എത്ര സെക്കൻഡാണ്? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം. ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇതിനെ മിനിറ്റുകളാക്കുമ്പോൾ 24 × 60 1440 മിനിറ്റ്. സോളാർ ദിനത്തെ സെക്കൻഡുകളാക്കിയാലോ? 24 × 60 × 60 സമം 86,400 സെക്കൻഡ്സ്. ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് 86,400 സെക്കൻഡ്സ് ആണ്. മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ താഴെ പറയുന്നു. അവ ആരോഹണ ക്രമത്തിൽ എഴുതുക. ക്വിൻ്റൽ, മില്ലിഗ്രാം, ടൺ, കിലോഗ്രാം, ഗ്രാം. ഉത്തരം: മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ക്വിൻ്റൽ, ടൺ. ഈ അളവുകൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. 1000 മില്ലിഗ്രാം സമം 1 ഗ്രാം, 1000 ഗ്രാം സമം 1 കിലോഗ്രാം, 100 കിലോഗ്രാം സമം 1 ക്വിൻ്റൽ, 1000 കിലോഗ്രാം സമം 1 ടൺ. ഇവിടെ ഏറ്റവും ചെറിയ യൂണിറ്റ് മില്ലിഗ്രാം, വലിയ യൂണിറ്റ് ടൺ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. 2. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം. 3. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മണിക്കൂറാണ്. എ എല്ലാം തെറ്റാണ്. ബി 3 മാത്രം തെറ്റ്. സി 1, 2 എന്നിവ തെറ്റാണ്. ഡി 1, 3 എന്നിവ തെറ്റാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രസ്താവന: ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഈ പ്രസ്താവന ശരിയാണ്. മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം. ഇതും ശരിയാണ്. ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തിനാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മണിക്കൂറാണ്. ഈ പ്രസ്താവന തെറ്റാണ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്, മണിക്കൂറല്ല. ഇവിടെ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്, 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി 3 മാത്രം തെറ്റ്.